Welcome to Blessing Today. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം. I believe the Lord is going to do something marvelous in your life today. ദൈവം ഇന്ന് എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോവുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Today we are going to learn again some more titles and names of the Lord Jesus. കർത്താവായ യേശുവിൻ്റെ ചില പേരുകളെക്കുറിച്ചും സ്ഥാനപേരുകളെക്കുറിച്ചും ഒക്കെയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ. We will listen to wonderful testimonies. നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷികൾ കേൾക്കും. And we will be praying for you. അത് മാത്രമല്ല, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. Let's pray for the sponsors first. ഈ സമയത്ത് നമുക്ക് സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ സ്പോൺസർ എറണാകുളത്ത് നിന്ന് ലിവിയ റോബിൻസൺ ആണ്. Oh, wonderful. Thank you, Livia. ഇന്ന് ലിവിയയുടെ സിസ്റ്റർ നിവ്യയുടെ 12ാമത്തെ ജന്മദിനമാണ്. Oh, happy birthday, Nivea. അതുകൂടാതെ ഏപ്രിൽ 8 പിതാവ് റോബിൻസന്റെ ബർത്ത്ഡേയും കൂടി ആയിരുന്നു. Wonderful. Belated happy birthday to Robinson also. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് നിവ്യയെ അനുഗ്രഹിക്കുന്നു. Yes, Lord. ബ്രദർ റോബിൻസിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ ലിവ്യയ്ക്ക് കോളേജിൽ നിന്ന് ലഭിക്കുകയില്ല എന്ന് കരുതിയ തുക ലഭിച്ചതിന്റെ നന്ദി സൂചകമായിട്ടാണല്ലോ ഇത് സമർപ്പിച്ചിരിക്കുന്നത്. Yes, Father. ദൈവമേ, ലിവ്യയുടെ നല്ല ഭാവിക്കായും കുടുംബത്തിന്റെ സാമ്പത്തിക വിടുതനായി കൂടെ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. താങ്ക് യു ലോർഡ്. അടുത്തത് കുവൈറ്റിൽ നിന്ന് സിനി ബേബിയാണ്. Thank you so much, Sini. ഇന്ന് അവരുടെ മൂത്ത മകൾ ഇവാനിയയുടെ ജന്മദിനം കൂടിയാണ്. Oh, happy birthday, Ivania. കർത്താവെ, ഇവാനിയും ഇമാനുവേലും ദൈവ പൈതങ്ങളായി ആരോഗ്യത്തോടെ വളരുവാൻ, ഇവാനിയുടെ വിദ്യാഭ്യാസത്തിന്റെ അനുഗ്രഹത്തിനായി കൂടെ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഒപ്പം കർത്താവെ, സ്പോൺസർ സിനിയെ അനുഗ്രഹിക്കുന്നു. ശമ്പള വർധന ഉണ്ടാകട്ടെ. ഭർത്താവ് മനോജിന്റെ ഷുഗർ നോർമൽ ആകാൻ കൂടി വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. 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 Thank you so much, all sponsors. എല്ലാ സ്പോൺസേഴ്സിനോട് പ്രത്യേകമായ നന്ദി. Okay, it is time for us to worship the Lord now. ഇത് കർത്താവിനെ ആരാധിക്കാനുള്ള സമയമാണ്. Over to Blessing Today Praise and Worship team. പ്രൈസ് ആൻഡ് വർഷിപ്പ് ടീമിലേക്ക് നമുക്കിപ്പോൾ വേഗത്തിൽ പോകാം. ദേശത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ വീട്ടിൽ നീ അനുഗ്രഹിക്കപ്പെടും. ഇനി വായ്പ വാങ്ങുവാൻ ഇടവരികയില്ല, നീ വായ്പ വാങ്ങുകയില്ല, പകരം നീ വായ്പ കൊടുക്കുന്ന വ്യക്തിയായി തീരും. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങളാണ്. ആമേൻ. ഈ ദൈവത്തെ കരങ്ങളടിച്ച് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി സ്തുതിക്കാം. എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും,
All right, continuing with the names and titles of our Lord Jesus. കർത്താവായ യേശുവിൻ്റെ നാമങ്ങളെക്കുറിച്ചും സ്ഥാനപ്പേരുകളിലേക്കും നമ്മൾ വീണ്ടും കിടക്കുകയാണ്. I think we have covered almost 31 names and titles so far. എനിക്ക് തോന്നുന്നു ഇതിനോടകം 31ഓളം പേരുകൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. And the last one was forerunner. അവസാനത്തേത് മുൻപേ പോകുന്നവൻ എന്നുള്ളതായിരുന്നു. And if you are writing down notes systematically, the next one, 32, ruler. നിങ്ങൾ നോട്ടുകൾ വളരെ കൃത്യമായിട്ട് എഴുതിയെടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ 32ാമതിലേക്ക് നമ്മൾ പോവുകയാണ്. അധിപതി അഥവാ അധികാര നിർവഹണം നടത്തുന്നവൻ. Matthew 2 and verse number 6. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വചനം. And Matthew is writing a quote from a prophet, I think Micah. മീഖായിൽ നിന്നുകൊണ്ടുള്ള ഒരു ഭാഗമാണ് മത്തായി ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. And in that he writes, "You Bethlehem in the land of Judah, you are by no means least among the rulers of Judah, for out of you will come a ruler who will shepherd my people Israel." യഹൂദ ദേശത്തിലെ ബെത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. So the Lord Jesus is the ruler. യേശു കർത്താവ് അവൻ അധികാരിയാണ്. If there are a group of people, there should be a ruler to rule over the people. അവർക്ക് ഒരു കൂട്ടം ജനമുണ്ടെങ്കിൽ ആ ജനത്തെ നയിക്കുവാനായിട്ട് ഒരു തലവനെ ആവശ്യമുണ്ട്. If they are God's people, a godly person should come to rule over. അത് ദൈവത്തിന്റെ ജനമാണെങ്കിലോ ഒരു ദൈവീകമായി അവരെ നടത്തുന്ന വ്യക്തി വേണം അവരെ നയിക്കേണ്ടത്. So in the past, for many centuries, God raised up rulers in different levels and different manners. കഴിഞ്ഞ നാളുകളിൽ ദൈവം തൻ്റെ ജനത്തെ നടത്തുവാൻ വേണ്ടി അവരെ നയിക്കുവാൻ വേണ്ടി വ്യത്യസ്ത രീതികളിൽ പ്രവർത്തിക്കുന്ന തലവന്മാരുടെ അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. And some of them were prophets. അതിൽ ചില ആളുകൾ പ്രവാചകന്മാരായിരുന്നു. Some of them were judges. അതിൽ ചില ആളുകൾ ന്യായാധിപന്മാരായിരുന്നു. And later there came kings. അതിനുശേഷമായിട്ട് രാജാക്കന്മാരുടെ ആവിർഭാവം ഉണ്ടായി. There were priests also. അതിനുശേഷം പുരോഹിതന്മാരും ഉണ്ടായിരുന്നു. None of them was perfect. ആരും തന്നെ പൂർണ്ണരായിരുന്നില്ല. But this prophet is prophesying. എന്നാൽ ഈ പ്രവാചകൻ പ്രവചിക്കുന്നത് From Bethlehem in the land of Judah, another ruler will come. യഹൂദ ദേശത്തിലെ ബേത്ലഹേമിൽ നിന്ന് അടുത്ത ഒരു അധിപതി തലവനായിരിക്കുന്നവൻ വരാൻ പോകുന്നു. And he will be a ruler who will be shepherding my people Israel. അതുമാത്രമല്ല അവൻ തലവനായി നിന്നുകൊണ്ട് എൻ്റെ ജനമായ ഇസ്രായേലിനെ അവൻ മേയ്ക്കും. So for centuries people were expecting for this ruler, waiting for this ruler. അനേക നൂറ്റാണ്ടുകളായിട്ട് ഈ ഒരു തലവന് വേണ്ടി അധിപതിക്ക് വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. Finally in BC 4, in the same spot, in that village called Bethlehem, Jesus was born. എന്നാൽ BC 4 അതേ സ്ഥലത്ത് പറയപ്പെട്ട ബേത്ലഹേം എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ യേശു കർത്താവ് ഭൂജാതനായി. And now Matthew is writing the gospel. ഇപ്പോൾ മത്തായി തന്റെ സുവിശേഷം എഴുതുകയാണ്. And he is quoting prophet Micah. ഇപ്പോൾ മീഖായുടെ ഈ പ്രവചന ഭാഗം ഇവിടെ താൻ ഉദ്ധരിച്ചിരിക്കുകയാണ്. And he is bringing that title here, the ruler. എന്നിട്ട് ആ ഒരു പ്രത്യേക സ്ഥാനപ്പേര് തലവൻ അധിപതി എന്ന് പറയുന്ന വാക്ക് അവനോട് ഉപയോഗിച്ചിരിക്കുന്നു. Today we are God's people. ഇന്ന് നാം ദൈവത്തിന്റെ മക്കളാണ്. So his rule started in Bethlehem. അവന്റെ അധികാരം അല്ലെങ്കിൽ അവന്റെ വാഴ്ച ബേത്ലഹേമിൽ നിന്നാണ് അവൻ ആരംഭിച്ചത്. And today he is ruling all over the world his people. ഇന്നിപ്പോൾ ലോകമെമ്പാടുമുള്ള തന്റെ ജനത്തെ അവൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. My question to you personally is this: are you under the rulership of this ruler? ഇന്ന് എനിക്ക് നിങ്ങളോട് ചോദിക്കുവാനുള്ള വ്യക്തിപരമായ ചോദ്യം ഇതാണ്: അവന്റെ അധികാരത്തിന്റെ ആ വാഴ്ചയ്ക്ക് വേണ്ടി നിങ്ങളെ തന്നെ നിങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടോ? Or rather, have you surrendered your life or yielded your life to this rulership? മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ ഒരു വാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെ തന്നെ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടോ? If you have, you will enjoy perfect peace and perfect prosperity
everything will be perfect in your life. നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തികവുള്ള ഒരു സമാധാനവും തികവുള്ള ഒരു സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. Coming to the next one, 33. അടുത്തതിലേക്ക് നമുക്ക് വരാം. 33. Great high priest. മഹാപുരോഹിതൻ. Hebrews chapter 4 verse number 14. എബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വചനം. Here the writer says we have a great high priest in Jesus. ഇവിടെ ലേഖനകർത്താവ് പറയുന്നത് നമുക്ക് ഒരു വലിയ മഹാപുരോഹിതനുണ്ട് എന്നുള്ളതാണ്. So in the Old Testament there were a lot of high priests. പഴയ നിയമത്തിൽ പല മഹാപുരോഹിതന്മാരെ കുറിച്ചും കാണാൻ സാധിക്കുന്നു. There were ordinary priests taken from the tribe of Levites. അവർ ലേവ്യർ എന്ന് പറയുന്ന ഗോത്രത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സാധാരണ പുരോഹിതന്മാരാണ്. And some of them were called to be the high priests. എന്നാൽ അവരിൽ ചില ആളുകൾ മഹാപുരോഹിതന്മാർ എന്ന വിഭാഗത്തിൽപ്പെടുത്തി. And the high priest only had the privilege of going into the holy of holies in the temple. എന്നാൽ ഈ മഹാപുരോഹിതന് മാത്രമാണ് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാനുള്ള അനുമതി ഉണ്ടായിരുന്നത്. The ordinary priests never had the privilege. സാധാരണ പുരോഹിതന്മാർക്ക് അവിടേക്ക് പ്രവേശനം ഇല്ലായിരുന്നു. And the high priest used to go to the holy of holies with the sacrificial blood of the lamb once a year. വർഷത്തിൽ ഒരിക്കൽ മാത്രം, ആണ്ടിലൊരിക്കൽ മാത്രം പാപപരിഹാരത്തിന് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തവുമായിട്ട് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാനുള്ള അനുമതി ഈ മഹാപുരോഹിതന്മാർക്കുണ്ടായിരുന്നു. Now the writer of the epistle to the Hebrews is saying that this high priest that we have has passed into the heavens, Jesus the Son of God. എന്നാൽ ഈ വചനം പറയുന്നത് നമുക്കുള്ള മഹാപുരോഹിതൻ അവൻ ആകാശത്തിലൂടെ കടന്നുപോയി. Remember in the Old Testament the high priest used to go through the curtain into the holy of holies. പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ മഹാപാപപരിഹാര യാഗവുമായിട്ട് തിരശ്ശീലയ്ക്ക് അകത്തുകൂടിയാണ് മഹാപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചിരുന്നത്. But Jesus went through the heavens, through the skies, into the most holy place, that means third heaven, and he poured out his own blood, his own sacrificial blood on the throne of grace. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് യേശു കർത്താവ് തൻ്റെ രക്തം, തൻ്റെ ജീവരക്തം യാഗമായി എടുത്തുകൊണ്ട് അവൻ സ്വർഗത്തിലേക്ക് ആകാശങ്ങളെ ഭേദിച്ചുകൊണ്ട് സ്വർഗത്തിൽ ചെന്നെത്തി ആ പരിശുദ്ധ സ്ഥലത്തേക്ക് താൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. So what was he doing? എന്താണ് അവൻ ചെയ്യുന്നത്? He was fulfilling the ministry of the priesthood forever. അവൻ ആ പൗരോഹിത്യ ശുശ്രൂഷ എന്നും എന്നേക്കുമായിട്ട് അവൻ പൂർത്തിയാക്കി. That is why when Jesus was hanging on the cross, the curtain that was separating the most holy place and the holy place was torn into two from the top to the bottom. അതുകൊണ്ടാണ് യേശുവിൻ്റെ ക്രൂശീകരണ വേളയിൽ യേശു ക്രൂശിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ സമയത്ത് ദൈവാലയത്തിൽ വിശുദ്ധ സ്ഥലത്തെയും അതിപരിശുദ്ധ സ്ഥലത്തെയും തമ്മിൽ വേർതിരിച്ചിരുന്ന തിരശ്ശീല മുകൾ തൊട്ട് താഴേക്ക് രണ്ടായി ചീന്തിപ്പോയത്. That means Jesus was entering, symbolically Jesus was entering into the heavens. Through the heavens he was entering the most holy place in the heavenlies. അങ്ങനെ അത് യേശു കർത്താവ് ആകാശമണ്ഡലങ്ങളെ ഭേദിച്ചുകൊണ്ട് അതിപരിശുദ്ധ സ്ഥലമായ സ്വർഗത്തിൽ എത്തി തൻ്റെ യാഗത്തെ സമർപ്പിച്ചു എന്നതിൻ്റെ ചിത്രീകരണമാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. And then on another passage it says he tore his own body, which was the curtain, and thus he has now the title the great high priest. മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന അവൻ്റെ ദേഹമെന്ന തിരശ്ശീലയെ അവൻ രണ്ടായി കീറി ഈ ഒരു സ്ഥാനപ്പേര് അത് നിമിത്തമായിട്ട് അവൻ വഹിച്ചിരിക്കുകയാണ്. So today we all have only one high priest, and that is our Lord Jesus. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരു മഹാപുരോഹിതൻ മാത്രമേയുള്ളൂ, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. And where are the priests today? അങ്ങനെയെങ്കിൽ ഇന്നത്തെ പുരോഹിതന്മാർ എവിടെയാണ്? We all are in that priesthood.
നമ്മൾ എല്ലാവരും തന്നെ ആ ഒരു പൗരോഹിത്യ ശുശ്രൂഷയിലാണ്. He made us all kings and priests. നമ്മെ എല്ലാവരെയും അവൻ രാജാക്കന്മാരും അതുപോലെ പുരോഹിതന്മാരും ആക്കി Every തീർത്തിരിക്കുകയാണ്. believer is a king. എല്ലാ വിശ്വാസികളും ഒരു രാജാവാണ്. Every believer is a priest. ഓരോ വിശ്വാസിയും ഒരു പുരോഹിതനുമാണ്. And he is the high priest. മാത്രമല്ല അവൻ ഇതിന്റെ മഹാപുരോഹിതനുമാണ്. Hallelujah. ഹല്ലേലൂയ. 34. 34 God. ദൈവം. Isaiah 40 verse number 3. യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം 3-ാമത്തെ That വചനം. verse is speaking about the preparation for the Lord's coming. അവിടെ ദൈവത്തിന്റെ വരവിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. When Jesus would be coming, there would be somebody going in front of him to prepare the way. യേശു കർത്താവ് വരുമ്പോൾ ആരോ ഒരാൾ തനിക്ക് മുൻപായി തന്റെ വഴി ഒരുക്കുന്നു. And that would be a voice. അത് ഒരു ശബ്ദവുമാണ്. That would be a voice in the wilderness. അത് മരുഭൂമിയിൽ കേൾക്കപ്പെടുന്ന ശബ്ദമാണ്. Talking about the voice of John the Baptist. അത് സംസാരിക്കുന്ന യോഹന്നാൻ സ്നാപകന്റെ ശബ്ദത്തെ കുറിച്ചാണ്. And Isaiah is prophesying, prepare the way for the Lord. അവിടെ യെശയ്യാവ് പ്രവചിച്ചു പറയുന്ന കർത്താവിനു വേണ്ടി വഴി നിരപ്പാക്കുവിൻ. And make straight in the desert a highway for our God. എല്ലാ മരുഭൂമികളും ദൈവത്തിനായുള്ള നേരെയുള്ള പാതയായി തീരട്ടെ എന്ന് പറയുന്നു. Hallelujah. ഹല്ലേലൂയ. So preparing the way for God, or preparing a way for the Lord. ദൈവത്തിനു വേണ്ടി കർത്താവിനു വേണ്ടി വഴിയൊരുക്കുക. Hallelujah. ഹല്ലേലൂയ. Now, John chapter 20, ഇനി ഇപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 27 and 28. 27-28 വചനങ്ങൾ. After the resurrection of Jesus, യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം Thomas was not there. തോമസ് അവിടെ And ഇല്ലായിരുന്നു. Jesus came and appeared before a group of disciples. യേശു കർത്താവ് ഒരു കൂട്ടം ശിഷ്യന്മാരുടെ മുൻപിൽ അവൻ പ്രത്യക്ഷപ്പെടുന്നു. And you know the story. Thomas said, I will not believe this until and unless I put my finger into the nail-pierced hands and I want to put my hand into his side. തോമസ് അവിടെ നിന്നിട്ട് പറയുകയാണ്, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കണമെങ്കിൽ അവന്റെ വിലാപ്പുറത്ത് എൻ്റെ കൈകളിടുകയും അവന്റെ കയ്യിൽ കുത്തിയ ആ ഭാഗത്ത് എൻ്റെ വിരലിടുകയും ചെയ്താൽ മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് തന്നെ. And Jesus heard it. യേശു കർത്താവ് അത് കേട്ടു. The next time when he came, immediately, straight away, he looked into the eyes of Thomas and asked him to put his finger into his hands. എന്നാൽ അടുത്ത പ്രാവശ്യം യേശു കർത്താവ് അവരുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആദ്യം തന്നെ തോമസിനെ മുന്നോട്ട് വിളിച്ച് തൻ്റെ മുറിവേറ്റിരിക്കുന്ന ആണിപ്പാടുള്ള ഭാഗത്തേക്ക് തോമസിന്റെ വിരലിടുവാൻ താൻ ആവശ്യപ്പെട്ടു. And he said, stop doubting, Mr. Thomas. എന്നിട്ട് പറഞ്ഞു, തോമസേ, നിന്റെ സംശയിക്കുന്ന സ്വഭാവത്തെ ഇപ്പോൾ നിർത്തുക. Then Thomas responded. ഇപ്പോൾ തോമസ് അതിന് പ്രതികരിച്ചിരിക്കുന്നത്, And he said, my Lord and my God. അവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ. He's called God. അവിടെ തോമസ് യേശുവിനെ ദൈവമേ എന്നാണ് വിളിക്കുന്നത്. 35. God over all. എല്ലാറ്റിനും മീതെയുള്ള ദൈവം. Romans 9 and verse number 5. അതിന്റെ റോമർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 5-ാമത്തെ വചനം. It is mentioned there that he is God over all. അവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, അവൻ സർവ്വത്തിനും മീതെ ദൈവമാകുന്നു. Coming to the next one, he is called Good Shepherd. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് വരാം. അവിടെ പറയുന്ന നല്ല ഇടയൻ എന്നുള്ളതാണ്. Jesus himself says, I am the Good Shepherd. യേശു കർത്താവ് തന്നെ ഒരിക്കൽ പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. John chapter 10 and verse number 11. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാമത്തെ വചനം. And how did he become the Good Shepherd? എങ്ങനെയാണ് അവനൊരു നല്ല ഇടയനായി മാറിയത്? There are billions of shepherds in this world. ഇവിടെ ലോകത്തിൽ ദശലക്ഷക്കണക്കിന് ഇടയന്മാരുണ്ട്. But Jesus Christ is only Good Shepherd. എന്നാൽ യേശു ക്രിസ്തു മാത്രമാണ് നല്ല ഇടയൻ. How do you know that? എങ്ങനെയാണ് നിങ്ങൾക്ക് A good മനസ്സിലാക്കുക? shepherd lays down his life for the sheep. ഒരു നല്ല ഇടയൻ തന്റെ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. Shout hallelujah. ഹല്ലേലൂയ. Amen. ആമേൻ. The next one is head of the church. അടുത്തത് എന്ന് പറയുന്നത് സഭയുടെ തല എന്നുള്ളതാണ്. Ephesians 1:22. എഫെസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 22-ാമത്തെ വചനം. And in that verse it is clearly mentioned that our Lord Jesus Christ is the head over all things
to the church. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ കർത്താവ് സഭയ്ക്ക് മുകളിൽ അവൻ തലയായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. So that means he takes the decisions. അതിന്റെ അർത്ഥം അവനാണ് അതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നത്. And whatever decision he takes, the body, the church has to obey. എന്തെല്ലാം തീരുമാനങ്ങളാണ് അവൻ എടുക്കുന്നത് അത് ആ ശരീരം അതുപോലെ തന്നെ പാലിക്കുന്നു. Whatever the head decides, the body has to yield to that and follow the head. എന്തൊക്കെയാണ് ഒരു തല എടുക്കുന്ന തീരുമാനം അതിനനുസരിച്ച് ശരീരം അതിനോട് കീഴ്വഴങ്ങി അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നു. And the next one is heir of all things. അടുത്ത കാര്യം എന്നുള്ളത് എല്ലാറ്റിന്റെയും അവകാശി എന്നുള്ളത്. Hebrews chapter 1 verse number 1 and 2. എബ്രായർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 1-2 വചനങ്ങൾ. Many things are told about him there. അവിടെ ഒത്തിരി കാര്യങ്ങൾ യേശുവിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. And then it is said that he is appointed as the heir of all things. എന്നിട്ട് അവിടെ വ്യക്തമായി പറയുന്നു അവൻ സകലത്തിനും അവകാശിയായി ആക്കപ്പെട്ടു. Why? Because he is the son. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവനാണ് പുത്രൻ. Hallelujah. ഹല്ലേലൂയ. As a son, he is the heir of all things that is possessed by, owned by the father. ഓർക്കുക, പുത്രൻ എന്ന നിലയിൽ ഒരു പിതാവിനുള്ള സകല സ്വത്തിന്റെയും അവകാശം അഥവാ അതിന്റെ ആധിപത്യം അവന്റെ കയ്യിലാണുള്ളത്. Hallelujah. ഹല്ലേലൂയ. All right, we are going to listen to one testimony now. ഈ സമയത്ത് നമ്മൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം ഈ സമയത്ത് നമ്മൾ കേൾക്കാൻ And പോകുകയാണ്. by the way, if you are getting blessed through these episodes, you can go ahead and sponsor some of the episodes. ഇതിനിടയിൽ ഈ എപ്പിസോഡുകളിലൂടെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടുവെങ്കിൽ നിങ്ങൾക്കും ഈ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാം. Not only that, you can share the link of this video to everyone whom you know. അത് മാത്രമല്ല ഇതിന്റെ വീഡിയോയുടെ ലിങ്ക് ആരൊക്കെ നിങ്ങൾക്ക് പരിചയമുണ്ടോ അവർക്കൊക്കെ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും. That all people be blessed. എല്ലാ ആളുകളും അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. ഞാൻ കോഴിക്കോട് നിന്നാണ് ഈ മെസ്സേജ് അയക്കുന്നത്. കഴിഞ്ഞ 2 ദിവസത്തിന് മുന്നേ ഉള്ള മോർണിംഗ് ഗ്ലോറി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു വിടുതൽ കിട്ടിയ സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. എനിക്ക് പീരീഡ്സ് കറക്റ്റായിട്ടല്ലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ 2-3 മാസം വരാതിരുന്ന് ഗുളിക കഴിച്ച് പീരീഡ്സ് ആയി. അത് കഴിഞ്ഞ് 2 മാസം കറക്റ്റ് വന്നു. അത് കഴിഞ്ഞ് വീണ്ടും അത് വരാതായി. അങ്ങനെ ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, ബ്ലീഡിങ് സംബന്ധമായ അസുഖമുള്ള ആരെയൊക്കെയോ കർത്താവ് വിടുവിക്കാൻ പോകുന്നു എന്ന്. അന്നേരം ഞാൻ പറഞ്ഞ, കർത്താവേ, എനിക്ക് ആശുപത്രികളിൽ പോകാതെ എൻ്റെ ഈ അസുഖം നേരെയാക്കി തരണേന്ന് പ്രാർത്ഥിച്ച ആ സമയത്ത് ദൈവകൃപയാൽ എനിക്ക് പിറ്റേ ദിവസം തന്നെ പീരീഡ് ആയി. ആ സാക്ഷ്യം പറയാനാണ് ഞാനിപ്പോൾ ഈ മെസ്സേജ് അയക്കുന്നു. പ്രാർത്ഥിച്ച ഷെമാൻറ്റിക്കും പാസ്റ്ററിനും വളരെയധികം നന്ദി. ദൈവനാമത്തിന് മഹത്വം. Thank you, dear sister, for that testimony. ഈ ഒരു സാക്ഷ്യത്തിനായി സഹോദരിയോട് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. Maybe many sisters are suffering because of the same problem. ഒരുപക്ഷെ ഒത്തിരി സഹോദരിമാർ ഇതേ പ്രശ്നം നിമിത്തം Or വേദനിക്കുന്നുണ്ടായിരിക്കും. something similar to this. അല്ലെങ്കിൽ ഇതിനുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും Any അസുഖങ്ങൾ, kind of gynecological problem, ഏത് തരത്തിലുള്ള ഗൈനക്കോളജിക്കൽ പ്രശ്നമാണെങ്കിലും you can also receive a healing now. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ സൗഖ്യത്തെ പ്രാപിക്കാൻ സാധിക്കും. Father, Lord, we pray together. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. Heal every sister who has similar kind of problems, Lord. കർത്താവേ, ഇതേ പ്രശ്നമുള്ള ഓരോ സഹോദരിമാരെയും അങ്ങ് സൗഖ്യമാക്കണമേ. Another healing that I see is healing from asthma problems. ആസ്മയുടെ പ്രശ്നത്തിൽ നിന്നുള്ള സൗഖ്യമാണ് ഇപ്പോൾ ഞാൻ കാണുന്നത്. In Jesus' name, let people be delivered right now. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ജനങ്ങൾ ഈ വിഷയത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. Another area is joint pain. അടുത്ത ഏരിയ എന്നുള്ളത് ജോയിന്റ് പെയിൻ ആണ്. In Jesus' name, receive your healing. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ സൗഖ്യത്തെ ഇപ്പോൾ You പ്രാപിക്കുക. can stretch forth your hands and receive any kind of deliverance. നിങ്ങളുടെ കൈകൾ ഇപ്പോൾ നീട്ടിപ്പിടിക്കുക. ഏത് തരത്തിലുള്ള വിടുതലുകളും നിങ്ങൾക്ക് ഇപ്പോൾ പ്രാപിക്കാൻ സാധിക്കും. Father, I release it in Jesus' name. യേശുവേ, ഇപ്പോൾ ആ സൗഖ്യത്തെ ഞാൻ ഇപ്പോൾ ജനങ്ങളുടെ മേൽ പകർന്നു പ്രാർത്ഥിക്കുകയാണ്. Amen. Amen. Thank you so much for watching today's episode. ഇന്നത്തെ എപ്പിസോഡ് വീക്ഷിച്ചതിന് പ്രത്യേകമായ നന്ദി. May God bless you all. കർത്താവ് നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. See you tomorrow. നാളെ വീണ്ടും കാണാം. Bye-bye. ബൈ. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ വീട്ടിൽ ആഹാരം കുറയും.
കാ